അതേസമയം പരാജയഭീതി മൂലം LDF പ്രവർത്തകർ പട്ടാമ്പിയിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നെന്ന് UDF സ്ഥാനാർത്ഥി TP ഷാജി ആരോപിച്ചു. ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള കലാശക്കൊട്ട് ആണ് മേലെ പട്ടാമ്പിൽ നിന്ന് ആരംഭിച്ച് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ കലാശക്കൊട്ട് സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഘോഷയാത്ര ആയിട്ടാണ് ടൗണിലേക്ക് കടന്നുപോയത്. ഈ ഒരു സമാധാനപരമായ രീതിയിൽ കടന്നു പോകുന്ന ആ ജാഥയെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഒരു അക്രമം ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് പരിപൂർണമായി ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് അവർ ജാഥയ്ക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ CCTV ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് സാധാരണ കൊടി കെട്ടുമ്പോൾ ചെറിയ രീതിയിലുള്ള വടികൾ ഉപയോഗിച്ചിട്ടാണ് കെട്ടാറുള്ളത്. അതിന് പകരം മർദ്ദിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള വടി ഉപയോഗിച്ചുകൊണ്ടാണ് കൊടി കെട്ടിയിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് അക്രമം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല അവർ കല്ലേറ് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിന് വരെ പരിക്ക് പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നിഷ്പക്ഷമായി അന്വേഷിച്ച് വളരെ ശക്തമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.